എന്തായാലും ഡിഫെൻഡിംഗ് ചാമ്പ്യന്മാരുടെ പെർഫോമൻസ് കാണുമ്പോൾ എന്തായാലും വളരെ മനോഹരമായിരിക്കും എന്ന് പറയും. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കൂടെ ചേർന്ന് ഇന്നത്തെ മത്സരം പരാജയപ്പെടുത്തി എന്ന് പറയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും രഹാനെ വന്ന് 50 റൺസ് എടുത്തല്ലോ. രഹാനെ വന്ന് 50 റൺസ് എടുത്തു, വെങ്കടേശ്വർ വന്ന് 14 റൺസും എടുത്തു. അതായത് ഒരു ബൗണ്ടറി പോലും അടിച്ചില്ല. ഇവര് എവിടാ മത്സരം തോൽക്കുന്നത്? ഇന്ന് KKR തോക്കാനുള്ള മെയിൻ കാരണം അതായത് ഏകദേശം 5 മുതൽ 11 വരെയുള്ള ഓവറിൽ ഇവർക്ക് ബൗണ്ടറി നേടാൻ കഴിഞ്ഞതേ ഇല്ലെന്ന് പറയേണ്ടിയിരിക്കും. അവിടെ ഇവർ നേടിയ സ്കോർ 7 മുതൽ 10 വരെയുള്ള ഓവറിൽ KKR നേടുന്ന സ്കോർ 23 റൺസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വളരെ ദയനീയമായ ഒരു പെർഫോമൻസ് ഇന്ന് വന്ന് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കൂടെ ചേർന്ന് അവിടെ കാഴ്ചവെക്കുന്നു. നോക്കുവാണെങ്കിൽ രഹാന ഒരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കുന്നു. 36 ബോൾ 50 റൺസ് എടുക്കുന്നു. പക്ഷേ രഹാനയുടെ ഇന്നത്തെ പെർഫോമൻസ് പരിശോധിച്ച് നോക്കിയാൽ വളരെ ദയനീയമായിരുന്നു പറയേണ്ടത്. അവിടെയായിരുന്നു GTയുടെ ഇന്നത്തെ പ്ലാനിങ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. രഹാനെ നീ എന്നും കളിക്കുന്ന ഷോട്ട് ഇന്ന് നിന്നെ ഞങ്ങൾ കളിക്കാൻ അനുവദിക്കത്തില്ല, നിന്നെ ഞങ്ങൾ പൂട്ടുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പവർ പ്ലേക്കകത്ത് റാഷിദ് ഖാനെ കൊണ്ടുവരുന്നു. 5 മുതൽ 11 വരെയുള്ള ഓവറിൽ രഹാനെ പൂട്ടിയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രഹാനയ്ക്ക് അനങ്ങാൻ സമ്മതിച്ചില്ലെന്ന് പറയും. സ്പിന്നർമാർക്കെതിരെ രഹാനയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കുമെങ്കിൽ വെറും 110 റണ്ണിന്റെ സ്ട്രൈക്ക് റേറ്റ് ആണ്. രഹാന സ്പിന്നർമാർക്കെതിരെ സ്ട്രഗിൾ ചെയ്യും. അതറിയാവുന്ന GT ഇന്ന് റാഷിദ് ഖാനെ കൊണ്ടുവരുന്നു, സായി കിഷോറിനെ കൊണ്ടുവരുന്നു, വാഷിയെ കൊണ്ടുവന്ന് ഒരു ബൗണ്ടറി പോലും കൊടുക്കാതെ റൺ റേറ്റ് പ്രഷർ അവിടെ കൊണ്ടുവന്ന് രഹാനെ കറക്കി വീഴ്ത്തിയെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അവർ വൈസ് ക്യാപ്റ്റൻ ചങ്കരൻ എന്ന് പറയുന്ന പോലെ കൂട്ടത്തിൽ അങ്ങ് നിന്നെന്ന് പറയേണ്ടിയിരിക്കുന്നു. രഹാനെ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോഴത്തേന് ഇന്ന് ഒരു സൈഡിൽ കൂടെ കളിക്കേണ്ട വെങ്കടേഷ് അയ്യരും കിടന്ന് തുഴയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ഇവർക്ക് ഇവിടെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഇന്ന് രഘുവംശിയുടെ പൊസിഷൻ നോക്കി 9ാമത്തെ പൊസിഷനിലാണ് കൊണ്ടുവരുന്നത്. രഹാന നമ്പർ 3 വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്പർ 4 രഘുവംശി ഞാൻ സമ്മതിക്കുന്ന ഒരു ഹങ്കർ പ്ലെയർ ആണ്. പക്ഷേ രഹാന സ്പിന്നർക്കെതിരെ സ്ട്രഗിൾ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അവിടെ മോയിൻ അലിയോ അല്ലെങ്കിൽ രഘുവംശിയോ ഈ 2 പ്ലെയറിനെ നിങ്ങൾ കൊണ്ടുവരേണ്ടത്. അല്ലെങ്കിൽ അവിടെ രഹാനയ്ക്ക് കളിക്കാനേ കഴിയത്തില്ല. നിങ്ങൾക്ക് റൺ റേറ്റ് പ്രഷർ വരും. അവിടെ സ്കോർ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. കാരണം രഹാന ഇന്നർക്കെതിരെ വളരെ മോശം പെർഫോമൻസ് ആണ്. പിന്നെ നോക്കുമെങ്കിൽ വെങ്കടേഷ് അയ്യരുടെ ഇന്നത്തെ പെർഫോമൻസ് കളിക്കുന്നേ ഇല്ല. റിങ്കു സിംഗ് ഇന്ത്യയുടെ വലിയ ഫിനിഷറാണ്, കളിക്കുന്നേ ഇല്ല. രഹാന അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന സ്ഥാനത്ത് ഒരു അടിച്ച് കളിക്കുന്ന സ്പിന്നർക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു ബാറ്റർ ഇല്ലാതെ പോയത് ഇന്ന് പരാജയത്തിന് മെയിൻ കാരണമായെന്ന് പറയേണ്ടി. 14 4 KKR ഇന്ന് നേടുന്നത്. പക്ഷേ ഗുജറാത്ത് ഇന്ന് നേടുന്ന 24 ബൗണ്ടറി. അതോടെ മനസ്സിലായല്ലോ, അത് തന്നെയാണ് ഇന്ന് കളി തോക്കാൻ മെയിൻ കാരണം എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കൂടെ ചേർന്ന് കളിയെ പരാജയപ്പെടുത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ എന്നാലും ഗുജറാത്ത് പോയിന്റ് ടേബിൾ 1ാം സ്ഥാനത്ത് വന്നു. എന്തുകൊണ്ട് വന്നുകൂടാ? ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ സായി സുദർശൻ അവരുടെ ടീമില, പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ പ്രസിദ്ധ് കൃഷ്ണ അവരുടെ ടീമില. അങ്ങനെയുള്ള 2 പ്ലെയർ ഉള്ളപ്പോൾ ഇവരെന്തായാലും പോയിന്റ് ടേബിൾ 1ാം സ്ഥാനത്ത് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി ഇവര് കപ്പടിച്ചാലും വലിയ അതിശയമൊന്നും ആർക്കും പറയാനില്ല. ഇങ്ങനെ ഒരു ടീമിന് കപ്പടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണെന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നത്. അങ്കർ ഇന്നിംഗ്സ് കളിക്കുന്ന കാൽക്കുലേറ്റഡ് ഇന്നിംഗ്സ് കളിക്കുന്ന ടീമിന് എന്തുകൊണ്ടും കപ്പ് നേടാൻ കഴിയും. ഇന്നത്തെ പിച്ച് ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്രിപ്പി ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. സ്പിൻ ബോളർമാർക്ക് ടേണിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. സായി കിഷോറിനായാലും റാഷിദ് ഖാൻ ആയാലും വാഷിക്കായാലും ടേണിംഗ് കിട്ടുന്നുണ്ടായിരുന്നു. സ്ലോ ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. ബോൾ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോ ആയിട്ടാണ് വന്നിരുന്നത്. നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ടായിരുന്നു. സ്പിന്നർമാർക്ക് ടേൺ കിട്ടുന്നുണ്ടായിരുന്നു. ആ ഒരു ബെനിഫിറ്റ് എന്തായാലും ഇന്ന് ഗുജറാത്ത് യൂട്ടിലൈസ് ചെയ്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ന് KKR ചെയ്ത വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശുഭ്മൻ ഗില്ലിനെ 90 റൺസിൽ ഔട്ടാക്കി. എന്നാൽ ബാറ്റിംഗ് ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ നല്ലപോലെ ബോളിംഗ് ചെയ്യാൻ പറ്റില്ല, എന്നാൽ ഫീൽഡിങ്ങോ ചെയ്യാൻ പറ്റിയില്ല. ഫീൽഡിംഗ് എന്ന് പറഞ്ഞാൽ വളരെ മോശം. 20 റൺസോളം ഇവർ എക്സ്ട്രാ കൊണ്ട് കൊടുത്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫീൽഡിങ്ങിൽ ജോസ് ബൾട്ടറിന്റെ ക്യാച്ച് കൊണ്ട് കളയുന്നു. വളരെ മോശം ഫീൽഡിങ് തന്നെയായിരുന്നു ഇന്ന് KKRന്റെ. ഗുജറാത്തിന്റെ ബാറ്റിംഗ് ഒന്ന് പരിശോധിക്കുമെങ്കിൽ ഇവരുടെ ടോപ്പ് 3 ഗില്ല് മനോഹരമായി ബാറ്റ് ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കും. സൂപ്പർ പെർഫോമൻസ്. 55 ബോളിൽ 90 റൺസ് എടുക്കുന്നു. അവിടെ നല്ലൊരു മനോഹരമായ ഒരു സെൻസിബിൾ ഇന്നിംഗ്സ് അവിടെ കാഴ്ചവെക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. ആ സായി സുദർശനും ഗില്ലും കൂടെ ചേർന്ന് ഒരു മനോഹരമായ ഒരു ഇന്നിംഗ്സ് അവിടെ കാഴ്ചവെക്കുന്നു. ഏകദേശം 75 ബോളിൽ നിന്ന് 114 റൺസ്. അവർക്കറിയാം അവരുടെ വിക്കറ്റിന്റെ വാല്യൂ അവർക്കറിയാം. അതുകൊണ്ട് അവർ നല്ല മനോഹരമായി കളിക്കുന്നു. 12ാമത്തെ ഓവറിലാണ് അവരുടെ വിക്കറ്റ് നഷ്ടമാകുന്നത്. അതുവരെ മനോഹരമായ ഒരു ഇന്നിംഗ്സ് കാഴ്ചവെച്ചു. ഗില്ലായെങ്കിൽ നല്ല ഫോമിലാണ് ഇന്ന് കളിച്ചത്. എക്സൈഡിലൊക്കെ മനോഹരമായി ഇന്ന് കളിയുന്നുണ്ട്. സൂപ്പർ ഇന്നിംഗ്സ്. നല്ലൊരു ഫോമിൽ തന്നെയാണെന്ന് തോന്നുന്നു ഗില്ലിന്റെ ഒരു പെർഫോമൻസ് കണ്ടിട്ട്. GTയെ സംബന്ധിച്ചിടത്തോളം ഗില്ല് ആ ഫോമിലേക്ക് വന്നത് എന്തായാലും അവരെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ അവരുടെ റൺ മിഷൻ സായി സുദർശൻ എന്നാ പ്ലെയർ ആണ്. ഈ പ്ലെയർ എന്തായാലും ഇന്ത്യൻ ടീമിൽ കളിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് 3 ഫോർമാറ്റിലും. പക്ഷേ 2020 ഞാൻ വലിയ പ്രിഫറൻസ് കൊടുക്കുന്നില്ല. പക്ഷേ ODIയിലായാലും ടെസ്റ്റിലായാലും ഈ പ്ലെയർ കളിക്കണം. സൂപ്പർ പ്ലെയർ, ഒന്നും പറയുന്നില്ല. മനോഹരമായ പെർഫോമൻസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നല്ല സ്ഥിരതയാർന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയർ സത്യം പറഞ്ഞാൽ ഈ IPL കാണാനില്ലെന്ന് തന്നെ പറയേണ്ടി. മനോഹരമായി എന്തായാലും സായി സുദർശൻ വന്ന് ബാറ്റ് ചെയ്തു. അതുപോലെ തന്നെ
ജോസ് ബട്ട്ലർ. ഇവരെന്തായാലും ഒരു അങ്കർ ഇന്നിങ്സ് ഒക്കെ കാഴ്ചവെക്കുമ്പോൾ ജോസ് ബട്ട്ലർ വന്നൊരു അഗ്രസീവ് ക്രിക്കറ്റ് എന്തായാലും ഇന്ന് കാഴ്ചവെച്ചു. 23 ബോളിൽ നിന്ന് 41 റൺസ് എടുക്കുന്നു. ഏകദേശം 8 ബൗണ്ടറി എടുക്കുന്നു. സൂപ്പർ. നല്ലൊരു പെർഫോമൻസ് വന്ന് എന്തായാലും ജോസ് ചേട്ടനും കാഴ്ചവെക്കാൻ ഇടയായി തീർന്നു. അത് തന്നെയാണ് ഇവരുടെ ഒരു സ്ട്രെങ്ത്. ഈ 3 പേര് തന്നെയാണ്. ഇവർ 15 ഓവർ 20 ഓവറൊക്കെ കളിക്കുകയാണെങ്കിൽ ഈ ടീമിന് സൂപ്പറായിട്ട് നല്ലൊരു സ്കോർ സെറ്റ് ചെയ്യാനും ഒരു സ്കോർ ചേസ് ചെയ്യാനും കഴിയും. നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടല്ലോ ഡൽഹിക്കെതിരെ ജോസ് ബട്ട്ലർ അവസാനം വരെ നിൽക്കുന്നു, ആ സ്കോർ ചേസ് ചെയ്യുന്നു. ഇന്നും ജോസ് ബട്ട്ലർ അവസാനം വരെ നിൽക്കുന്നു, ഒരു സ്കോർ സെറ്റ് ചെയ്യാൻ ഇവരെ സഹായിക്കുന്നു. ടീമിലെ ഒരു നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ ഈ 198 റൺസ് ആയിരുന്നു ഇന്ന് എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു 10 റൺസ് 15 റൺസ് ഷോർട്ട് ആയിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. എല്ലാ ദിവസവും ഇതുപോലെ വന്ന് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. കുറച്ചും കൂടെ ഇന്ന് നോക്കിക്കേ ഒരു 200 റൺസ് ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. ഇവർ ഓപ്പണർമാർ രണ്ടുപേരും 50 എടുത്തിട്ടും ഇവർക്ക് ഒരു 200 റൺസ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ഒരു കൺസേൺ തന്നെയാണ്. ആരെങ്കിലും കുറച്ചും കൂടെ നല്ല രീതിയിൽ കളിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഇവരുടെ ബാറ്റിംഗ് ഓർഡർ നോക്കുകയാണെങ്കിൽ രാഹുൽ തിവാരിയെ വിടുന്നു, പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. അവിടെ എൻ്റെ അഭിപ്രായത്തിൽ റുദർഫോർഡിനെ വിട്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ റുദർഫോർഡിനായനെ ചിലപ്പോൾ ഒരു 200 റൺസ് പോസ് ചെയ്യാൻ ഇന്നിങ്സ് അവിടെ ഉണ്ടായിരുന്നതിൽ കഴിഞ്ഞേനെ. എന്നാൽ അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഇവർ വരുത്തി. ഇവരൊരു റൺ റേറ്റ് പരിശോധിക്കുമെങ്കിലും 10 റണ്ണ് വെച്ച് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. അതിലൊരു 200 220 റൺസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സൂപ്പറായിട്ട് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. എന്തായാലും ഇന്ന് KKRനെതിരെ ഡിഫെൻഡ് ചെയ്തു. എന്നാൽ എല്ലാ മത്സരത്തിലും അങ്ങനെ ആവണമെന്നില്ല. നോക്കുവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നു. പക്ഷേ അവിടെ കുറച്ചും കൂടെ ഒരു 15 റണ്ണൊക്കെ വെച്ച് കണ്ടെത്താൻ കഴിയുവാണെങ്കിൽ അല്പം കൂടെ നല്ലതായിരിക്കും, അല്പം കൂടെ സേഫ് ആയിരിക്കും ഗുജറാത്തിനെ സംബന്ധിച്ചെന്ന് പറയേണ്ടിയിരിക്കുന്നു. KKRനെ സംബന്ധിച്ചിടത്തോളം ഇനി നിങ്ങൾക്ക് 6 മത്സരമുണ്ട്, അതിൽ 5 മത്സരം ജയിക്കണം. ഇങ്ങനെ ഒരു പെർഫോമൻസ് വെച്ചിട്ട് എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെ ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. നോക്കുവാണെങ്കിൽ GTയുടെ ബോളിംഗ് സൂപ്പർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും റാഷിദ് ഖാൻ ഇന്ന് എന്തായാലും തിരിച്ചു വന്നു, മനോഹരമായി ബോൾ ചെയ്യുമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അവിടെ വന്നിട്ട് സുനിൽ നാരായണന്റെ വിക്കറ്റ് എടുക്കുന്നു, ആൻഡ്രെ റസലിന്റെ വിക്കറ്റ് എടുക്കുന്നു. സൂപ്പർ, നല്ലൊരു പെർഫോമൻസ് അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ സായി കിഷോർ മനോഹരമായിട്ട് ബോൾ ചെയ്യുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. 14ാമത്തെ ഓവറിൽ കേവലം 7 റൺസാണ് 14ാമത്തെ ഓവറിൽ സായി കിഷോർ കൊടുക്കുന്നത്. അതും ആൻഡ്രെ റസലിനെ കൂട്ടുള്ള ഒരു പ്ലെയർ അവിടെ നിൽക്കുമ്പോഴത്തേന് ക്യാരം ബോൾ എറിയുന്നു, പല തരത്തിൽ വെറൈറ്റി ആയിട്ട് ബോൾ ചെയ്യുന്നു. സൂപ്പർ, നല്ലൊരു പെർഫോമൻസ് എന്തായാലും സായി കിഷോർ കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ സിറാജ് വന്ന് ഓപ്പണിംഗിൽ വിക്കറ്റ് എടുത്തുകൊണ്ട് പോകുന്നു ഗുർബാസിന്റെ. നിങ്ങൾ ഡീകോക്കിനെ മാറ്റി നിർത്തി, പക്ഷേ അകത്തേക്ക് പിച്ച് ചെയ്ത് വരുന്ന ബോൾ ഗുർബാസിന് കളിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ചരിത്രമാണ്. എന്നാൽ ഇന്നും പിന്നെയും ഗുർബാസ് അത് കാണിച്ചു തന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ പറയേണ്ടത് പ്രസിദ്ധ് കൃഷ്ണയെ ഒരു രക്ഷയില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാ ലെങ്തിലാണ് ബോൾ ചെയ്യുന്നറിയാമോ. ഷോർട്ട് പിച്ച് ബോൾ എറിയുന്നു, ചെസ്റ്റ് നേരെ കളിക്കാനേ പറ്റുന്നില്ല. എല്ലാ ബാറ്റേഴ്സും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് അത് തന്നെയാണ് കണ്ടത്. നല്ല മനോഹരമായി ബോൾ ചെയ്യുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2 വിക്കറ്റ് നേടുന്നു, 25 റൺസാണ് കൊടുക്കുന്നത്. പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ ഗുജറാത്ത് 1ാം സ്ഥാനത്തും KKR 7ാം സ്ഥാനത്തും നിലനിൽക്കുന്നു.